ഇനി അടുത്തതാരാ? മാലിക് സലഫിയാണുള്ളത്. മാലിക് സലഫി അല്ലേ? മൂപ്പരും പണി മറിച്ചൊന്നുമല്ല. മൂപ്പര പണിയും തന്നെയാണ് സമൂഹത്തെ ശിർക്കിലേക്കും കുഫറിലേക്കും നയിക്കുക. ഇത് തന്നെയാണ്. നിങ്ങൾ കണ്ണനത്തിന് കൊണ്ടുവരുന്ന ആളുകളാണല്ലോ. ഒന്ന് പഠിച്ചോളി സഹോദരന്മാരെ. നോക്കൂ, നിങ്ങൾ മലക്ക് സഹായിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ശൈത്താന്മാർ സാഹിറന്മാരെ സഹായിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ഇയാളെ ചോദ്യം. ആദ്യം ആ ചോദ്യം ഒന്ന് കേട്ടോ കേട്ടെ. മലക്ക് സഹായിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ജിന്നുകൾ, പിശാചുക്കൾ, സാഹിറന്മാരെ സഹായിക്കുമെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടില്ലേ? സ്ഥിരപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ പോരെ, എവിടെയാണ് സ്ഥിരപ്പെട്ടത് എന്ന് പറയണം. മലക്ക് സഹായിക്കുമെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അല്ലേ? മലക്കേ എന്നെ രക്ഷിക്കണേ എന്നൊരാൾ വിളിച്ചു തേടിയാൽ, ജിന്നെ കാക്കണേ എന്ന് വിളിച്ചു തേടിയാൽ, സാഹിറായ എന്നെ സഹായിക്കണമേ ജിന്നെ ഷെയ്ത്താനെ എന്ന് വിളിച്ചു തേടിയാൽ, ആ ജിന്നുകൾ സാഹിറന്മാരെ സഹായിക്കും, അല്ലെങ്കിൽ ആ മലക്കുകൾ ആ വിളിച്ചു തേടുന്ന ആളെ സഹായിക്കുന്ന എവിടെയാണ് പറഞ്ഞത്? മാലിക്ക് ഖുർആനിലില്ല, തിരുസുന്നത്തിലില്ല. മറിച്ച് അള്ളാഹുവിനോട് തേടിയാൽ അള്ളാഹു മലക്കുകളിലൂടെ എന്ത് ചെയ്തേക്കാം? സഹായിച്ചേക്കാം. ഇതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ മലക്കിനോട് തേടിയാൽ മലക്ക് സഹായിക്കുന്ന എവിടെ എന്ത് ചെയ്തിട്ടില്ല? ഖുർആൻ പറഞ്ഞിട്ടില്ല. ആരാ മലക്കുകൾ? മലക്കുകൾക്ക് അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കാൻ കഴിയോ? ഖുർആൻ എന്താ പറഞ്ഞത്? മാലിക്ക് ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയില്ല. അള്ളാഹ് എന്താണോ കൽപ്പിച്ചത് അത് മാത്രമേ അവർ പ്രവർത്തിക്കുള്ളൂ. ഇതാണ്. ഇനി അവർക്ക് സ്വന്തമായി എന്തെങ്കിലും ഇൽമ് ഉണ്ടോ? എന്നെ സഹായിക്കണേ എന്ന് മാലിക്ക് വിളിച്ചു, മുറയിരുന്ന് വിളിച്ചു. ഇപ്പുറത്തുനിന്ന് കാര മൂസ സലായി കാരെന്ന് വിളിച്ചു, മലക്കിനോട് എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു. അപ്പുറത്തുനിന്ന് പിന്നെ ആ കുന്നും പുറത്തുനിന്ന് ആര് വിളിച്ചു? ഫൈസൽ മുസ്ലിയാരും വിളിച്ചു, എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു. മലക്കെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു. എന്നാൽ അവർക്ക് അവരെ കാണാനും കേൾക്കാനും അറിയാനൊക്കെ ഉള്ള ഇൽമുണ്ടോ? എന്താ മലക്കുകൾ പറഞ്ഞത്? സുബ്ഹാനക് ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന. പടച്ചോനെ, നീ പരമപരിശുദ്ധനാ, നീ പഠിപ്പിച്ചു തന്നതല്ലാതെ ഒരു വിവരം ഞങ്ങളുടെ അടുക്കലില്ല. ഇതാ മലക്കുകൾ. അപ്പം ഈ മലക്കുകളിലൂടെ അള്ളാഹ് സഹായിക്കും. അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. മാലിക്ക സൂറത്തു അൻഫാലിലെ 9-ാമത്തെ ആയത്ത് പഠിച്ചതല്ലേ? അറിയാലോ. മുജാഹിദ് മദ്രസയിലൊക്കെ പഠിച്ച ആളാണല്ലോ. ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം, അപ്പോൾ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും. മലക്കുകളെ സഹായിക്കുന്നല്ല, അന്നീ മുമിദ്ദുക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും. ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ ഇറങ്ങുന്ന മലക്കുകളിലൂടെ ഞാൻ നിങ്ങളെ സഹായിക്കുന്നു. അല്ലാഹ് മലക്കിലൂടെ സഹായിക്കും. എവിടെയാണ് മലക്കിനോട് സഹായം തേടിയാൽ ആ മലക്ക് സഹായിക്കുന്ന എവിടെ പറഞ്ഞിട്ടുള്ളത്? ഖുർആനിൽ, സുന്നത്തിൽ. ഇനി ആ മലക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് വേറൊരാളെ സഹായിക്കാൻ സാധിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹിനോട് തേടണം. സൂറത്തു റഅദിലെ 11-ാമത്തെ ആയത്ത് മാലിക്കിനെ അറിയാത്തതൊന്നുമല്ലല്ലോ. ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. ലഹു മുഅഖിബാത്തും, അവന് സംഘങ്ങൾ ഉണ്ടായിരിക്കും അവൻ്റെ മുന്നിലും പിന്നിലും. എന്നിട്ട് അല്ലാഹ് പറയാ യഹ്ഫളൂനഹു, അവർ അവനെ കാത്തുരക്ഷിക്കും. മിൻ അംരില്ലാഹ്, അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം കാത്തുരക്ഷിക്കുന്നു. സ്വന്തമായിട്ട് ചെയ്യാനേ സാധിക്കൂല. അള്ളാഹ് കൽപ്പിച്ചാൽ അത് സാധിച്ചെടുക്കും അവർ. അതിന് അള്ളാഹിനോട് പറയണം യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹ് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ആ മലക്കിലൂടെ സഹായിക്കും. നീ ജിന്ന് സഹായിക്കുന്ന എവിടെയുള്ളത്? ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആനിലോ തിരുചര്യയിലോ ജിന്നെ കാക്കണേ, അല്ലെങ്കിൽ ജിന്നെ എന്നെ സഹായിക്കണേ, ജിന്നെ എൻ്റെ രോഗം മാറ്റിത്തരണേ, ജിന്നെ എന്നെ ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സാഹിറു പറഞ്ഞാൽ
സഹായിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലോ തിരുചര്യയിലോ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള എല്ലാ കർബുകളിലും എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾ റബ്ബിനെ വിളിച്ചോളി. ആ റബ്ബാണ് മുഴുവൻ കർബുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം കടലിൻ്റെ അടിത്തട്ടിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ റബ്ബിനോട് വിളിച്ചത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതുകൊണ്ടാണ് മൂസ കാര വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത്, പ്രവാചകൻ പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയോടും എന്ത് ചെയ്തിട്ടില്ല, തേടിയിട്ടില്ല. തേടിയിട്ടുണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. അന്ന് മൂസൻ്റെ ബുദ്ധിയിലുണ്ടായിനി, ഇന്ന് ഇല്ല. അപ്പോൾ നോക്ക്, മാലിക് മൂസയെപ്പോലെ ഫൈസലിനെ പോലെ ഷിർക്കിലേക്കും കുഫറിലേക്കുമാണ് ക്ഷണിക്കുന്നത്. ഇനിയോ കണ്ണനെന്നറിഞ്ഞു വരും, എന്നിട്ട് അടിസ്ഥാനരഹിതമായ പല ചോദ്യങ്ങളും ചോദിക്കും. നമ്മൾ വല്ല ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹസിക്കും. ഇവർ ഷിർക്കിന് ഫലമുണ്ട് എന്നുള്ളതിന് ആദ്യം കൊടുത്ത തെളിവെന്തേനി? സൂറത്തു അന്നാമിൽ ആയത്തായിരുന്നു, 128 ആയത്ത്. അത് മുന്നോട്ട് പോകില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ മുസ്ലിയാർ പറഞ്ഞു, ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു, മനോരമയിലുള്ള പരസ്യം പറഞ്ഞു, പിന്നെ മാതൃഭൂമിയിലുള്ള പരസ്യം പറഞ്ഞു. അപ്പം നമ്മൾ ചോദിച്ചു, ഈ മനോരമ അല്ലെങ്കിൽ ഈ മാതൃഭൂമിയിലൊക്കെ വരുന്ന പരസ്യം ദീനിൽ തെളിവാക്കി എടുക്കാമെന്ന് ഏത് മുഫസ്സിറാ പറഞ്ഞത്, ഏത് പണ്ഡിതനാ പറഞ്ഞത്? കാരണം ഇവരുടെയൊക്കെ അഭിപ്രായം എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞ എന്തല്ലേ, ഓക്കെ ആയി, ഖുർആനിലോ സുന്നത്തിലോ വേണമെന്നില്ല, ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞാൽ മതി എന്നാ. അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഇതെന്ത് ചോദ്യമാണ് എന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല ആ ചോദ്യം. അപ്പോൾ അന്തല്ലാത്ത കാര്യങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ച് അന്ധവിശ്വാസത്തിലേക്ക് സമൂഹത്തെ നയിച്ച് ഷിർക്കിലും കുഫറിലും ഇവർ കെട്ടിയിടുക, ഇതന്നെയാണ് മാലിക്കിൻ്റെയും പണി. മാലിക് ഇപ്പം കണ്ടെത്തിയ പുതിയ വാദം കാര്യം നിങ്ങൾ സമസ്തക്കാരെ പോലും വെല്ലുന്ന വാദമാണ്. അതെന്താ? സാക്ഷാൽ വൈബല്ലെങ്കിൽ അഥവാ അള്ളാഹുവിനെ പോലെ അഭൗതികമാണ് എന്ന് നിങ്ങൾ വാദിച്ചിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾ വാദിക്കാതെ പിന്നെങ്ങനെ ഷിർക്ക് 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 എന്ന് വരികയെന്ന്? അഥവാ ജിന്നുവർഗം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മലക്കുകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വൈബിയ. എന്താ നമ്മളങ്ങനെ പറഞ്ഞു? മനുഷ്യൻ്റെ കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നത്. മനുഷ്യനുമായി ജിന്നുകളുടെ ബന്ധം എന്താണ്? മലക്കുകളുടെ ബന്ധമാണ്. അവരെങ്ങനെയാണ്? ഖുർആനും സുന്നത്തും എന്താ പഠിപ്പിച്ചു തരുന്നതെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യനുമായി ബന്ധപ്പെടുത്തി പറയുമ്പം ജിന്നുവർഗം എന്താണ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വൈബിയാണ്, പൂർണ്ണമായി വൈബിയാണ്. മലക്കുകൾ പൂർണ്ണമായി വൈബിയാണ്. മലക്ക് മനുഷ്യരൂപത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മുമ്പിൽ വന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ത് ചെയ്തിട്ടില്ല? ഇത് മലക്കാന്ന് അറിഞ്ഞിട്ടുണ്ടോ? നല്ല മൂരിക്കുട്ടൻ നബി എഴുജിലിൻ സമീൻ അല്ലേ, എന്നിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, ഇവർ കഴിക്കുന്നില്ല. അപ്പോൾ ചോദ്യം, അല്ലാ തേക്കുലും തിന്നണില്ലേ? അപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങൾ അള്ളാഹിൻ്റെ ദൂതന്മാരാണെന്ന്. ഇതേ ടീം ലൂത്ത് അലൈഹിസ്സലാമയുടെ അടുക്കൽ വന്നു മനുഷ്യരൂപത്തിൽ. ആ നാട്ടുകാർ അവരുടെ ദുശ്ചൈതിക്ക് ഈ മലക്കുകളെ ലഭ്യമാവണം, ഈ മനുഷ്യന്മാരെ ലഭ്യമാവണം എന്ന രീതിയിൽ അവർ വീട് വളഞ്ഞു. ലൂത്ത് അലൈഹിസ്സലാം ആകെ പ്രയാസപ്പെട്ടു. അവസാനം അയാൾക്ക് അദ്ദേഹം കെഞ്ചി സമൂഹത്തോട് ചോദിച്ചു, അലൈസ മിൻകും റജുലുൻ റഷീദ്, വിവേകമുള്ള ഒരാളെന്നെങ്കിലും ഇല്ലേ? അവസാനം ലൂത്ത് അലൈഹിസ്സലാമയോട് അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹിൻ്റെ മലക്കുകളാണ്, ദൂതന്മാരാണ്, നിങ്ങളെ നശിപ്പിക്കാൻ, ഈ സമൂഹത്തെ നശിപ്പിക്കാൻ വന്നതാ. സുബൈൻ്റെ മുമ്പ് നാശം ഇറങ്ങും, ശിക്ഷ ഇറങ്ങും, വേഗം തടിർത്തോളി, അലൈസ സുബുഹു ബി ഖരീബ്. ഇതാണ് വസ്തുത. മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും മലക്കാണ് എന്ന് അറിയാൻ സാധിച്ചിട്ടില്ല. മലക്കും ജിന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും വൈബിയാണ്. ആ വൈബിയായ സൃഷ്ടികളോടുള്ള ഏത് സഹായത്തേട്ടവും എന്താണ്? ഷിർക്കാണ്. കാരണം ആ സൃഷ്ടി തന്നെ എന്താണ്? വൈബിയാണ്. അപ്പോൾ ഇവൻ്റെ ചോദ്യം എന്താ അറിയോ? അള്ളാനെ പോലെ വൈബല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഷിർക്കാവാന്ന്? അപ്പോൾ ഒരു കാര്യം ഷിർക്കാവേണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ പോലെ വൈബാണ് എന്ന് വിശ്വസിക്കണം. അങ്ങനെ അഭൗതികമല്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഈ ഷിർക്ക് 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 എന്ന് പറഞ്ഞു? ഒന്ന് കേട്ടു നോക്കിയാട്ടെ. അപ്പൊ നിങ്ങൾ പറയുന്ന സാക്ഷാൽ ഗൈബല്ലെങ്കിൽ, സാക്ഷാൽ ഗൈബല്ല അഥവാ അള്ളാഹുവിനെ പോലെ അഭൗതികമാണ് ജിന്ന് എന്നല്ല നിങ്ങളുടെ വാദമെങ്കിൽ പിന്നെ ഇതൊക്കെ ശിർക്ക് 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 നിങ്ങൾ എന്തിനാ പറഞ്ഞത്?
അപ്പോൾ കേട്ടങ്ങൾ ഓതി ഓതി ഒത്താനാകാന്ന് പറയാറുണ്ട്. ഇത് ശരിക്കും മാലിക് ഒത്താനായി. എന്താ? സമസ്തക്കാരുടെ വാദാണിത്. സമസ്തക്കാരുടെ വാദാണ്. എന്ത്? ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവാവതാരമാണെന്നോ വിശ്വസിച്ച് വിളിച്ചാൽ എന്ത് ചെയ്യുള്ളൂ? ശിർക്കാകുള്ളൂ. സാക്ഷാൽ അള്ളാഹുവിനെ പോലെ തന്നെയാണ് എന്ന് വിചാരിച്ച് വിളിച്ചാൽ എന്ത് ചെയ്യുള്ളൂ? ഷിർക്കാകുള്ളൂ. അപ്പം ഞങ്ങൾ ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിച്ചു തേടുമ്പോൾ ഞങ്ങൾ സാക്ഷാൽ അള്ളാഹുവാണ്, ബദരീങ്ങൾക്ക് അതിന് കഴിയുന്നൊന്നും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. ഇത് ഇവരുടെ വാദമാണ്. ഈ സമസ്തക്കാർ ഉന്നയിക്കുന്ന ഈ വാദം ഇതെടുത്തപ്പോൾ ചോദിക്കാണ്, സാക്ഷാൽ അള്ളാഹുവിനെ പോലെ വൈബല്ലെങ്കിൽ പിന്നെങ്ങനെ ഷിർക്കാവുക എന്ന്. അപ്പം മാലിക്കെ ഇവിടുത്തെ സമസ്തക്കാർ ബദരീങ്ങളെ കാക്കണേ, മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അത് ഷിർക്കാണെന്ന് നമ്മൾ പറയാറില്ലേ? നിങ്ങളും പറയലുണ്ടല്ലോ. എങ്ങനെ ഓല് മൊഹീദ്ദീൻ ഷെയ്ഖ് അള്ളാഹിനെ പോലെ ആണ് എന്ന് ഓല് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? അള്ളാഹിനെ പോലെയാണെന്ന് വിശ്വസിച്ചാലേ ഷിർക്കാവുള്ളൂ. അല്ല മാലിക്കെ, പഠിക്കണം. പഠിക്കാഞ്ഞിട്ടല്ല, ഒത്താനായി. ഓതി ഓതി തല തിരിഞ്ഞു. ഇനി എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞതെന്നറിയില്ല. അള്ളാഹുവിൽ നിന്നു പ്രതീക്ഷിക്കേണ്ടത് പ്രതീക്ഷിച്ചാലും എന്ത് ചെയ്യും? ഷിർക്ക് വരും. വൈബിയായ സഹായം ആരിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ? അള്ളാഹുവിൽ നിന്ന് മാത്രമേ ആ രീതിയിൽ സഹായം പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ആ രീതിയിൽ ആരിൽ നിന്നെങ്കിലും പ്രതീക്ഷിച്ചാലും എന്ത് ചെയ്യും? ഷിർക്ക് വരും. അതിനും ആ അള്ളാഹിനെ പോലെയാണ് എന്ന് എന്ത് ചെയ്യേണ്ടതില്ല? വിശ്വസിക്കേണ്ടതില്ല. അള്ളാഹുവിനെ പോലെയാണ് എന്ന് വിശ്വസിച്ചാലേ ഷിർക്കാവൂ, അത് ആരാധനയാകൂ എന്നത് ഖുറാഫികളുടെ വാദമാണ്. പണ്ട് നിങ്ങൾ കേട്ട ഒരു ക്ലിപ്പൊന്ന് കേട്ടു നോക്കിയാട്ടെ. നമ്മളുടെ കൊളത്തൂർ അലവി സക്കാഫിയുടെ പ്രസംഗം. ആരാധനയാകുന്ന യാചന ഏതാ? ആരാധനയാകുന്ന വിനയപ്രകടനം ഏതാ? ആരാധനയാകുന്ന അപേക്ഷ ഏതാ? നമ്മൾ അള്ളാഹു അല്ലാത്തവരോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ, യാചിക്കുമ്പോൾ, അപേക്ഷിക്കുമ്പോൾ, അർത്ഥിക്കുമ്പോൾ, തേടുമ്പോൾ ചോദിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് ദൈവമാണെന്നോ, ദിവ്യത്വം എന്ന് പറഞ്ഞാൽ അതാ, ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങൾ തനതായ അർത്ഥത്തിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ ദൈവപുത്രനാണെന്നോ വിശ്വസിച്ചുകൊണ്ട് തേടുകയാണെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ, അപേക്ഷിക്കുകയാണെങ്കിൽ ആ തേട്ടം, ആ ചോദ്യം, ആ അപേക്ഷ, ആ അർത്ഥന, ആ പ്രാർത്ഥന ആ ശക്തിക്കുള്ള ആരാധനയാണ്. അപ്പൊ ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പൊ കൊളത്തൂർ സക്കാഫി പറഞ്ഞതും മാലിക് പറഞ്ഞതും എന്താ തമ്മിൽ വ്യത്യാസം? മാലിക് പറഞ്ഞത് അള്ളാനെ പോലെ അഭൗതികമാണ് ജിന്ന് എന്ന് വിശ്വസിച്ചാലേ ഷിർക്കാവുള്ളൂ, അല്ലെങ്കിൽ ഷിർക്കാവൂല എന്നാ. അപ്പോൾ ഇവരുടെ സഹായത്തായിട്ട് എന്തല്ല ഷിർക്കല്ല എന്ന് പറയാനാണ് ഇപ്പോൾ അത് കൊണ്ടുവരുന്നത്. ആര് വിഷ്ണങ്കാർ തേടുന്ന തേട്ടം ഷിർക്കല്ല. കാരണം ആ ജിന്ന് അള്ളാനെ പോലെ അഭൗതികമാണെന്ന് ഓല് വിശ്വസിക്കുന്നില്ല അത്രേ. അതുകൊണ്ടാണ് അത് ഷിർക്കാവില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഷിർക്ക് എന്ന് പറയണതെന്ന്. ഇത് സമസ്തക്കാർ മുമ്പ് പറഞ്ഞിരുന്നതാ. അപ്പോൾ അള്ളാഹുവിനെ പോലെ അഭൗതികമാണ് എന്നോ അള്ളാഹ് സഹായിക്കുന്നത് പോലെ സഹായിക്കുമെന്നോ വിശ്വസിക്കേണ്ടതില്ല. പടച്ചവനിൽ നിന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും? ഷിർക്ക് വരും. ഒരാൾ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് തേടുക അല്ലേ? ഒരു മഹാൻ ചിലപ്പോൾ ആ വിഗ്രഹത്തിൻ്റെ പിന്നിലുണ്ടാവും. എന്ന് പറഞ്ഞാൽ ആ മഹാൻ്റെ അനുസ്മരണക്കായിരിക്കും ആ രൂപം ഉണ്ടാക്കി വെച്ച്. ഞാൻ മഹാനില്ലെങ്കിൽ ആ കല്ല് അള്ളാനെ പോലെയാണ്, ആ മഹാൻ അള്ളാനെ പോലെയാണ് എന്ന് അയാൾ വിശ്വസിച്ചാലേ ഷിർക്കാവുള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ അന്ധവിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി താൻ പറയുന്നത് എന്താണ് എന്ന് പോലും ചിന്തിക്കാതെ സമൂഹത്തെ വഴികേടിലേക്ക് നയിക്കുന്നു മാലിക്. മറ്റോലെ രണ്ടാളെ ഭാഗത്തുനിന്ന് നടുക്ക് നിർത്തിയിട്ട് പൂട്ടാൻ പറ്റിയ ആളാണ് ആര്? മാലിക്. വിഷ്ണങ്കാർ മനസ്സിലാക്കിക്കോളി. നിങ്ങളുടെ പണ്ഡിതന്മാർ ഇവിടെ വന്ന് ഖണ്ഡനമെന്ന് പറഞ്ഞ് എന്താണ് ഇവർ പറഞ്ഞു പോകണമെന്നുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളി. ഇല്ലെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ അടുത്ത തലമുറയെയും ഷിർക്കിലേക്കും കുഫറിലേക്കും എന്ത് ചെയ്യും? ഇയാൾ കൊണ്ടുപോകും. ഇനി നോക്ക്, ഇയാളുടെ വേറൊരു വിഡിത്തം കേട്ടോക്കും നിങ്ങൾ. ഇയാളുടെ ചോദ്യം എപ്പോഴാ ഷിർക്ക് വരിക എന്നാ. എപ്പോഴാ ഷിർക്ക് വരിക? ഷിർക്ക് വരണമെങ്കിൽ എന്തു വേണമെന്നാണ് അയാൾ പറഞ്ഞത്? ഷിർക്ക് വരണമെങ്കിൽ അള്ളാഹുവിനെ പോലെ ഉണ്ടാവേണ്ടെന്നാ ചോദ്യം. അള്ളാഹു സുബ്ഹാനഹു തആലയിൽ പങ്കുവരണം ഷിർക്ക് വരണമെങ്കിലും.
അപ്പോൾ അള്ളാഹുവിൽ പങ്കുവരണമെങ്കിൽ അള്ളാഹുവിനെ പോലെ ഉണ്ടാവണ്ടേ, എന്നാലേ അള്ളാഹുവിൽ എന്ത് ചെയ്യുള്ളൂ, പങ്കുവരികയുള്ളൂ. അഥവാ അള്ളാഹുവിൻ്റെ കഴിവ് അഭൗതികമായതുപോലെ ജിന്നിൻ്റെ കഴിവും അഭൗതികമാണ് എന്ന് വിശ്വസിച്ചാലല്ലേ ശിർക്ക് വരിക? ചോദ്യ അല്ല. കാരണം ജിന്ന് ലോകത്തിലുള്ള ഒരു ശക്തിയെക്കുറിച്ചും ഒരു സൃഷ്ടിയെക്കുറിച്ചും അള്ളാഹുവിനെ പോലെയാണ് എന്ന് ആരും എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. ഉണ്ടോ? സാക്ഷാൽ മുശ്രിക്കുകൾ പോലും എന്ത് ചെയ്യുന്നില്ല, അള്ളാഹുവിനെ പോലെയാണ് എന്ന് വിശ്വസിക്കുന്നില്ല. ഇല്ലാ ശരീക്കൻ ഹുവ ലക്ക് തംലിക്കുഹു വമാ മലക്കുന്ന പക്ക മുശ്രിക്ക് പോലും പറഞ്ഞു, ഒരു ശരീക്ക് അവൻ നിനക്കുള്ളതാണ്, അവനൊരധികാരമില്ല, അവനെ ഉടമപ്പെടുത്തുന്നതും നീയാണ്. തംലിക്കുഹു വമാ മലക്ക്, ഇതാണ് അവർ വാദിച്ചത്. പക്ഷേ അന്തം വിട്ടുപോയി. നമ്മളുടെ ചോദ്യത്തിന് മുമ്പിൽ, ഖണ്ഡനത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അണികൾ പലതും ചോദിക്കാൻ തുടങ്ങി, എങ്ങനെ ശിർക്കിന് ഫലമുണ്ടെന്ന് ലോകത്തിൽ മുശ്രിക്കല്ലാതെ മുഅ്മിനീങ്ങൾ പറഞ്ഞോളൂ ഉസ്താദ് എന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പം പിടിച്ചു നിൽക്കണ്ടേ? പിടിച്ചു നിൽക്കാൻ വിഡ്ഢിത്തങ്ങൾ പറയാണ്, ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള വിഡ്ഢിത്തങ്ങൾ. എന്താ? അള്ളാഹുവിൻ്റെ കഴിവ് അഭൗതികമായതുപോലെ തന്നെ ജിന്നിൻ്റെ കഴിവും അഭൗതികമാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരുള്ളൂ എന്ന്. നിങ്ങളത് ശിർക്കാണ് എന്ന് പറയുന്ന മനുഷ്യരെ സംബന്ധിച്ച് അഭൗതികം എന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ എന്ന് ഇയാളുടെ പ്രസംഗം ഒന്ന് കേട്ടോക്കൂ നിങ്ങൾ. ശിർക്ക് എപ്പോഴാ വരിക? നിങ്ങളെന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുവരണം. അപ്പൊ അള്ളാഹുൽ എപ്പോഴാ പങ്ക് വരിക? അള്ളാഹുവിനെ പോലെ ഉണ്ടാകണ്ടേ? അപ്പൊ അള്ളാഹുവിന്റെ കഴിവ് അബൗദികമായതുപോലെ തന്നെ ജിന്റെ കഴിവും അബൗദികമാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരിക. അപ്പൊ നിങ്ങൾ പറയുന്നു അത് ശിർക്കാണെന്ന് പറയുന്നു, ഇപ്പോൾ പറയുന്നു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അബൗദികം എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ മുമ്പ് എപ്പോഴും പറഞ്ഞത് മനുഷ്യരുടെ കാര്യമാണ്, മനുഷ്യരുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ചകൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ജിന്നും മലക്കും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അഭൗതികമാണെന്ന എന്നും നമ്മൾ പറഞ്ഞേ. ആ അഭൗതികമായ വൈബിയായ സൃഷ്ടികളോടുള്ള ഏതു സഹായത്തേട്ടോ എന്തുതന്നെയാണ്, ശിർക്ക് തന്നെയാണ്, യാതൊരു സംശയം. അതാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ അള്ളാഹുവിനെ പോലെ അഭൗതികമാവണം എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എവിടെയും പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിനെ പോലെ അഭൗതികമാവണം, അല്ലെങ്കിൽ അള്ളാഹു നൽകുന്നത് പോലെ തന്നെ നൽകുമെന്ന് വിചാരിക്കണം എന്നൊക്കെ പഠിപ്പിച്ചത് സമസ്തക്കാരാണ്. ആ വാദത്തെ ഇപ്പോൾ മാലിക്കും കൂട്ടരും ഏറ്റുപിടിച്ചു. ഇതാണ് വസ്തുത. നോക്കൂ നിങ്ങൾ, ജിഫ്രിയുടെ സംസാരം, ജിഫ്രി മുത്തുക്കോയത്തങ്ങളുണ്ടല്ലോ സമസ്തൻ്റെ നേതാവ്, അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ട് നോക്കൂ. ഞമ്മക്കെതിരിലിട്ടതാണ്, ജിഫ്രിൻ്റെ വാദമാണ് നിങ്ങളെ വാദം നിറഞ്ഞു കണ്ടിട്ടതാ. പക്ഷേ ജിഫ്രിയുടെ വാദമാണ് യഥാർത്ഥത്തിൽ മാലിക്കിൻ്റെ വാദം. കാരണം അള്ളാഹുവിനെ പോലെ അഭൗതികമാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരുള്ളൂ എന്ന്. ജിഫ്രി തങ്ങൾ എന്താ പറഞ്ഞറിയോ? അള്ളാഹു അറിയുന്നത് പോലെ അറിയും എന്നല്ല സുന്നികൾ പറയണേന്ന്. അള്ളാഹു അറിയുന്നത് പോലെ അറിയുമെന്നല്ല സുന്നികൾ പറഞ്ഞേ, അള്ളാഹു അറിയുന്നതൊക്കെ അറിയുന്നാണ് എന്ത് ചെയ്യുന്നത് സുന്നികൾ പറഞ്ഞതെന്ന്. അള്ളാഹു അറിയുന്നത് പോലെ അറിയുന്നു ഞങ്ങൾ പറഞ്ഞില്ല എന്ന്. ഇതാണ് മാലിക്കിൻ്റെ വാദം. അള്ളാഹു അറിയുന്നത് പോലെ അറിയുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, ശിർക്ക് വരുള്ളൂ. അള്ളാഹു അഭൗതികമായതുപോലെ അഭൗതികമാണ് ജിന്ന് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, ശിർക്ക് വരുള്ളൂ. അള്ളാഹു അഭൗതികമായതുപോലെ അഭൗതികമാണ് മലക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, ശിർക്ക് വരുള്ളൂ. അള്ളാഹ് സഹായിക്കുന്നത് പോലെ ജിന്ന് സഹായിക്കും, അള്ളാഹ് സഹായിക്കുന്നത് പോലെ മലക്ക് സഹായിക്കും എന്ന് പറഞ്ഞാലേ ശിർക്ക് വരുള്ളൂ എന്നാണ് സമസ്തക്കാരുടെ വാദവും ഇപ്പം ഈ ടീമിൻ്റെ വിഷ്ണൻ ടീമിൻ്റെ വാദവും. അതിലേക്ക് അവർ എത്തി. എന്തിന്? അവരുടെ ശിർക്കിനെ മറച്ചു വെക്കാൻ. ഇത് സമസ്തക്കാർ മുമ്പ് പറഞ്ഞാൽ നമ്മൾ അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയതാണ്. അപ്പം ജിഫ്രി പറയാ, അള്ളാഹു അറിയുന്നത് പോലെ അറിയുമെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അള്ളാഹു അറിയുന്നത് ആരറിയും? അമ്പിയാക്കളും ഔലിയാക്കളൊക്കെ അറിയുന്നതാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിലെന്തില്ല, ശിർക്കില്ല. അള്ളാഹു അറിയുന്നതൊക്കെ അറിയും എന്ന് പറഞ്ഞാലും എന്തുതന്നെയാണ്, അത് ശിർക്ക് തന്നെയാണ്. കാരണം അത് അള്ളാഹിൻ്റെ സിഫാത്തിൽ എന്ത് ചെയ്യാണ്, പങ്കു ചേർക്കാണ്. അള്ളാഹു അറിയുന്നത് പോലെ അറിയുമെന്ന് പറയണ്ട,
മറിച്ച് അള്ളാഹു മാത്രം അറിയുന്ന കാര്യങ്ങൾ അമ്പിയാക്കളും ഔലിയാക്കളും അറിയുമെന്ന് വിശ്വസിച്ചാലും അതന്നെ എന്തെന്നാണ്? ഷിർക്ക് തന്നെയാണ്. പടച്ചവനിൽ നിന്നു മാത്രം പ്രതീക്ഷിക്കേണ്ട വൈബിയായ സഹായത്തേട്ടൻ ജിന്നുകളിൽ നിന്നും മലക്കുകളിൽ നിന്നും അമ്പിയാക്കളിൽ നിന്നും ഔലിയാക്കളിൽ നിന്നും പ്രതീക്ഷിച്ചാലും അതും തന്നെയാണ്, ഷിർക്ക് തന്നെയാണ്. കേട്ടോക്കൂ നിങ്ങൾ ജിഫ്രിയുടെ സംസാരം. അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല നമ്മൾ സുന്നികൾ പറയണത്. അങ്ങനെ ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്. അള്ളാഹ് അറിയണതൊക്കെ അറിയണോ, പക്ഷെ അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല. അള്ളാഹ് അറിയണ അള്ളാഹ്ക്ക് യാതൊരു നിലക്കുള്ള മാധ്യമങ്ങളിലേക്കും ആവശ്യമില്ല. അപ്പൊ അള്ളാഹുവിന് യാതൊരു മാധ്യമങ്ങൾ ആവശ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് കാര്യകാരണ ബന്ധങ്ങൾ ആവശ്യമില്ല. അതേപോലെ തന്നെയാണ് ഔലിയാക്കളും ഗൈബറിയും. കേട്ടല്ലോ? അപ്പൊ അള്ളാഹുവിന് കാര്യകാരണ ബന്ധങ്ങളുടെ ആവശ്യമില്ലാതെ അള്ളാഹ് എന്ത് ചെയ്യും? അറിയും. അതുപോലെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള കാര്യങ്ങൾ അള്ളാഹ് അറിയുന്നത് പോലെ അറിയുമെന്ന് വിശ്വസിച്ചാൽ എന്ത് ചെയ്യുള്ളൂ? ഷിർക്ക് വരുള്ളൂ എന്ന് ജിഫ്രിയുടെ വാദം അല്ല. അതാണ് മാലിക്കിൻ്റെയും വാദം. അള്ളാഹുവിനെ പോലെ അഭൗതികമാണ് എന്ന് വിശ്വസിച്ചാൽ എന്ത് ചെയ്യുള്ളൂ? ഷിർക്ക് വരുള്ളൂ എന്നാണ് മാലിക്കിൻ്റെയും വാദം. പുതിയ വാദം രണ്ടും തെറ്റാണ്. അള്ളാഹുവിൽ നിന്നു പ്രതീക്ഷിക്കേണ്ടത്, അള്ളാഹുവിൽ നിന്നു മാത്രം പ്രതീക്ഷിക്കേണ്ടത്, വൈബിയായി ലഭ്യമാവേണ്ടത്, ആ സഹായത്തേട്ടം ഏതെങ്കിലും സൃഷ്ടികളിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ അതെന്ത് തന്നെയാണ്? ഷിർക്ക് തന്നെയാണ്. ആ സൃഷ്ടികൾ അള്ളാഹിനെ പോലെ അഭൗതികമാണ് അല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെയാണ് എന്ന് വിശ്വസിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഇതിനു വേണ്ടിയിട്ട് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ക്ലിപ്പ് ഓട്ടിട്ടുണ്ട്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ക്ലിപ്പ് ഇട്ടിട്ട് എന്താ മൂപ്പര് പറഞ്ഞറിയോ? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞത് എന്നാണ് സുല്ലമീൻ പറഞ്ഞത് എന്ന് ഒന്ന് കേട്ടോക്ക്. എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. ഇതന്നെയാണ് സുല്ലമി പറഞ്ഞത്. അപ്പോൾ സുല്ലമി പറഞ്ഞതും ഇദ്ദേഹം പറഞ്ഞതും നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞതും ഒന്നാണെന്ന്. അത് ഷബാബിൽ വന്നൊരു ലേഖനം വായിച്ചിട്ടാണ് അഭൗതിക ശക്തി അള്ളാഹു മാത്രമോ, ഇതാണ് ഷബാബിൽ വന്ന ലേഖനം. ആ ലേഖനത്തിൽ എന്താണ് സുല്ലമിക്ക് പറയാനുള്ളതെന്ന് കൃത്യമായിട്ട് സുല്ലമി പറഞ്ഞിട്ടുണ്ട്. ആ ലേഖനത്തിൻ്റെ അവസാന പാരഗ്രാഫ് കേട്ടോളൂ. മലക്കുകളും ജിന്നുകളും അദൃശ്യവും അഭൗതികവുമായ സൃഷ്ടികളായാൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഇവർക്കുണ്ടായിരിക്കണമെന്ന് വാദിക്കുന്നത് ജിന്നുവാദികളുടെ മറ്റൊരു വിവരക്കേടാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ, മാലിക് പറഞ്ഞില്ലേ അള്ളാഹിനെ പോലെ തന്നെ അഭൗതികമാവണമെന്ന് വിശ്വസിച്ചാലേ വരുള്ളൂ എന്ന്. അതിനെയാണ് സലാം സുല്ലമി ഖണ്ഡിച്ചത്. മലക്കുകളും ജിന്നുകളും അദൃശ്യവും അഭൗതികവുമായ സൃഷ്ടികളായാൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഇവർക്കും ഉണ്ടായിരിക്കണമെന്ന് വാദിക്കുന്നത് ജിന്നുവാദികളുടെ മറ്റൊരു വിവരക്കേടാണ്. ഇനി കേട്ടോളൂ. മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ ഉപകരണങ്ങൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ മനുഷ്യന് കണ്ടെത്താൻ സാധിക്കാത്തതും പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും പ്രസ്താവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നാം വിശ്വസിക്കുകയും ചെയ്യുന്ന സൃഷ്ടികൾ എന്നു മാത്രമാണ് മലക്കുകളും ജിന്നുകളും അദൃശ്യവും അഭൗതികവുമായ സൃഷ്ടികളാണ് എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത്. അപ്പം ജിന്നും മലക്കും വൈബിയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പം നമ്മളുടെ വിശ്വാസം എന്താണ്? അതാണ് സലാം സുല്ലമി പഠിപ്പിക്കുന്നത്. എന്താണ്? മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ ഉപകരണങ്ങൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ മനുഷ്യന് കണ്ടെത്താൻ സാധിക്കാത്തതും പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും പ്രസ്താവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം, അഥവാ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നാം വിശ്വസിക്കുകയും ചെയ്യുന്ന സൃഷ്ടികളെന്ന് മാത്രമാണ് മലക്കുകളും ജിന്നുകളും അദൃശ്യവും അഭൗതികവുമായ സൃഷ്ടികളാണ് എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത്. കേട്ടോ? ഇനി മാത്രമല്ല, അള്ളാഹു മലക്കുകളെയും ജിന്നുകളെയും പോലെ ഒരു സൃഷ്ടിയുമല്ല.
അല്ല ജിന്നുകളെയും മലക്കുകളെയും പോലെ ഒരു സൃഷ്ടിയുമല്ല. അള്ളാഹുവിനെ അദൃശ്യവും അഭൗതികവുമായ സൃഷ്ടിയെന്ന് ശിർക്കിൽ മുഖം കുത്തി വീണ ജിന്നുവാദികൾ മാത്രമേ പറയുകയുള്ളൂ അള്ളാഹു സൃഷ്ടികർത്താവാണ്. അപ്പോൾ അള്ളാഹുവിനെ പോലെ വൈബിയാണ് ജിന്ന് എന്ന് വാദിക്കുന്നവൻ, അപ്പോഴേ ഷിർക്ക് വരുള്ളൂ എന്ന് വാദിക്കുന്നവൻ ഓൻ ഷിർക്കിൽ മുഖം കുത്തി വീണുന്നവനാണ് എന്ന്. മാത്രമല്ല അള്ളാഹു മലക്കുകളെയും ജിന്നുകളെ വായിച്ചു, അവൻ പരിധികൾ അഥവാ അള്ളാഹു പരിധികൾ നിശ്ചയിച്ച് സൃഷ്ടിച്ച അദൃശ്യവും അഭൗതികവുമായ സൃഷ്ടികളാണ് മലക്കുകളും ജിന്നുകളും. ഇവരെ വിളിച്ചു എന്തു സഹായം തേടിയാലും അത് അഭൗതികമായ സഹായത്തേട്ടമായതിനാൽ ഷിർക്കും കുഫറുമാണ്. സലാം സുല്ലമി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എന്താ പറഞ്ഞത്? അഭൗതികമായി അള്ളാഹു അല്ലാത്തവരും സഹായിക്കുമെന്നാണ് നെല്ലിക്കുത്ത് മുസ്ലിയാർ പറഞ്ഞത്. അതിനെന്താ തെളിവ് മൂപ്പർ പറഞ്ഞത്? സൂറത്തു തഹരീമിൽ ആയത്തിൻ്റെ ഭാഗം വൽ മലായിക്കത്തു ബഅദ ദാലിക ലഹീർ, മലക്കുകളും പുറമെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മലക്ക് സഹായിക്കുമെന്ന് പറഞ്ഞില്ലേ എന്ന്. എങ്ങനെ മലക്ക് സഹായിക്കുക? അത് ഖുർആൻ കൊണ്ട് വിശദീകരിക്കണം, അത് വിശദീകരിച്ചു കൊടുക്കണം മാലിക്കെ. എങ്ങനെ മലക്ക് സഹായിക്കാം? മലക്കിൻ്റെ സഹായം അഭൗതികമാണ്, എന്താ യാതൊരു സംശയമില്ല. മലക്കിൻ്റെ സഹായം അഭൗതികമാണ്. എങ്ങനെ മലക്ക് സഹായിക്കുക? അള്ളാനോട് പറഞ്ഞാൽ അല്ല മലക്കിലൂടെ സഹായിക്കും. യഹ്ഫളൂനഹു മിൻ അംരില്ലാ, അല്ലെങ്കിൽ ഫസ്തജാബ ലഹും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികം തന്നെയാണ്. പക്ഷേ മലക്കുകൾക്ക് സ്വന്തമായി എന്ത് ചെയ്യാൻ പറ്റൂല? സഹായിക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം, അള്ളാഹു നൽകുന്ന നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കാനല്ലാതെ അപ്പുറം ഒന്നും അവർക്ക് കഴിയില്ല. പക്ഷേ ആ വാദത്തെ കണ്ണിക്കാൻ വേണ്ടിയിട്ട് മാലിക് എന്ത് പറഞ്ഞു അറിയാം നിങ്ങൾ? നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ എന്താ പറഞ്ഞത്? മലക്കുകളുടെ സഹായം ഭൗതികമല്ല അഭൗതികമാണ് എന്ന് പറയുന്നു. ഇതിനെ തിരുത്തിയിട്ട് മാലിക് എന്താ പറഞ്ഞറിയോ? ഞങ്ങൾ മുജാഹിദുകൾ പറയുന്നു മലക്കുകളുടെ സഹായം ഭൗതികമാണ് എന്ന്. നോക്ക്, നിങ്ങൾ എവിടെ എത്തി? ഓതി ഒത്താനായോ? നെല്ലിക്കുത്തിൻ്റെ വിദണ്ഡവാദത്തെ തടുക്കാൻ ഖുർആനും സുന്നത്തും ഒക്കെ അട്ടിമറിച്ചണ്. കാരണം ജിന്നിനെ ആരാധിച്ചാൽ പൂജിച്ചാൽ ഷാഹിറിനെ സഹായിക്കുമെന്ന് പറഞ്ഞു ഖുർആനും സുന്നത്തൊക്കെ അട്ടിമറിച്ചപ്പോൾ നെല്ലിക്കുത്തിൻ്റെ വാദത്തെ അവർക്ക് തടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അപ്പം എന്താ പറയുക? നെല്ലിക്കുത്ത് പറഞ്ഞതിന് നേരെതിര്. നെല്ലിക്കുത്ത് പറയുന്നു മലക്കിൻ്റെ സഹായം അഭൗതികമാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നു, മുജാഹിദുകൾ പറയുന്നു മലക്കിൻ്റെ സഹായം എന്തല്ല, അഭൗതികമല്ല ഭൗതികമാണ്. കേട്ടോക്ക് ഇങ്ങോട്ട് മുജാഹിദുകളുടെ വാദം എന്താണെന്ന് നമുക്ക് പറയാം. ഇവിടെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞല്ലോ വൽ മലായിക്കത്തു ബഅദ ദാലിക ലഹീർ, മലക്കുകളുടെ സഹായം ഭൗതികമല്ല അഭൗതികമാണ്. ഞങ്ങൾ പറയുന്നു, മുജാഹിദുകൾ പറയുന്നു മലക്കുകളുടെ സഹായം ഭൗതികമാണ്. മലക്കുകളുടെ സഹായം ഭൗതികമാണെങ്കിൽ മാലിക്കെ ഏതു മലക്കിനോട് അങ്ങക്ക് സഹായം തേടാൻ പറ്റുക? ഭൗതികമാണല്ലോ, വൈബിയല്ല, കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിലുള്ളതാണ്. ഏതെങ്കിലും പ്രവാചകന്മാർ നേരത്തെ ചോദിച്ചില്ലേ സഹായം തേടിയിട്ടുണ്ടോ? ബദർ യുദ്ധത്തിൻ്റെ സമയം മലക്കിൻ്റെ സഹായം ഭൗതികമാണെങ്കിൽ നേർക്കുനേരെ ജിബ്രീൽ അലൈഹിസ്സലാമയോട് സഹായം തേടിക്കൂടായിരുന്നോ? പ്രവാചകന് തേടിയോ? സഹാബികൾ തേടിയോ? തേടിയില്ല. കാരണം എന്താ? മലക്ക് തന്നെ ഭൗതികമല്ല, പിന്നെ എങ്ങനെ മലക്കിൻ്റെ സഹായം ഭൗതികമാണ്? മലക്ക് തന്നെ വൈബിയാണ്, ആലമുൽ വൈബിലാണ് മലക്ക്, ആലമു ഷഹാദയിലല്ല. ആലമുൽ വൈബിലാണ് അള്ളാഹിൻ്റെ മലക്കുകൾ. ജിന്നുവർഗവും ആലമുൽ വൈബ നമ്മെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആലമുൽ വൈബിലുള്ള ആ മലക്കുകളുടെ ആ സഹായം എങ്ങനെ ഭൗതികമായി തീരുക? നോക്ക്, നിങ്ങൾ ഓതി ഒത്താനായി. വിഷ്ണങ്കാരെ നല്ലോ ആലോചിച്ചോളി. ഇവരിങ്ങളെ കൊണ്ടുപോകണം എങ്ങോട്ടാ? മലക്കുകളുടെ സഹായം. നാം മലക്കുൽ മൗത്തിനോട് ചോദിക്കാമല്ലോ, ഒരു 5 മിനിറ്റും കൂടി ഇട്ടോ. മലക്കിൻ്റെ സഹായം ഭൗതികമാണെങ്കിൽ മലക്കുൽ മൗത്തെ കുറച്ചേരം ഒന്ന് പറ്റുമോ? ചോദിക്കാൻ പറ്റുമോ? അല്ല, കുറച്ച് നേരത്തെ കൊണ്ടുപോകണം കേട്ടോ. കുടുങ്ങിയാണ് ഞാൻ ഈ കണ്ണനം നടത്തിയിട്ട്, അതുകൊണ്ട് ഞാൻ അടുത്ത കണ്ണനത്തിന് ഇന്നെ നിർത്തലട്ടോ, ഒന്ന് വേഗം കൊണ്ടുപോകണം മലക്കുൽ മൗത്ത് എന്ന് പറയുമോ മാലിക്കെ? ഫൈസൽ മുങ്ങിഞ്ഞപ്പോൾ എനിക്ക് അവിടെ പോയി പറയാൻ പറ്റൂല.
ഒന്ന് വേഗം കൊണ്ടുപോകണം. ഭൗതികമാണെങ്കിൽ പറഞ്ഞൂടെ, ചോദിച്ചൂടെ മാലിക്കേ? പറ്റുമോ? ചോദിക്കാൻ പറ്റുമോ? മഴ വർഷിപ്പിക്കാൻ അള്ളാഹ് ചുമതലപ്പെടുത്തിയിട്ടുള്ള, അല്ലാതെ കുടുങ്ങിയാണ്. ഇന്നലത്തെ ആ മഴ കൊണ്ട് ചൂട് കൂടിക്കുകയാണ്. ഒന്നും കൂടി ഇട്ടോ, പറ്റുമോ? കഴിയില്ല. കാരണം മലക്കുകൾ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ആ പ്രത്യേക സൃഷ്ടികൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 100% ആലമുൽ ഗൈബിലാണ്, ഗൈബിയാണ്. അതുകൊണ്ട് തന്നെ അവരിലൂടെ നമുക്ക് ലഭ്യമാവുന്ന സഹായത്തേട്ടം അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് അള്ളാഹിൻ്റെ സഹായം അവരിലൂടെ നൽകുകയാണ്. അതാ ഭൗതികമാണ്, ഭൗതികമല്ല. ആ ഇസ്ലാമിൻ്റെ അടിത്തറ പൊളിച്ചിട്ട് നെല്ലിക്കുത്ത് മുസ്ലിയാരെ പൊളിക്കാൻ വേണ്ടി ഞങ്ങൾ പറയുന്നു മലക്കിൻ്റെ സഹായം ഭൗതികമാണെന്ന്. എങ്കിൽ മാലിക്ക് ഏതെങ്കിലും ഒരു മലക്കിനോട് സഹായം തേടിയിട്ടേ ഒന്ന് കാണിച്ചു തരണം, ഭൗതികമാണെങ്കിൽ. കാരണം ഇവിടെ നടക്കുന്നതാണല്ലോ പറഞ്ഞു. കാരണം മനുഷ്യർ പരസ്പരമുള്ള സഹായത്തേട്ടല്ല ജീവിച്ചിരിക്കുന്ന നമ്മൾ, മനുഷ്യർ പരസ്പരമുള്ള സഹായത്തേട്ടം ഭൗതികമാണ്. മൂസ അലൈഹി സ്വലാമിയോട് എന്ത് ചെയ്തു? സഹായം തേടി. കുടുംബക്കാരൻ ഓടിവാ മൂസ, എന്നെ സഹായിക്കണേ. ഫസ്തഅസഉല്ലദി മിൻ ശിയാത്തിഹി അലല്ലദി മിൻ അദുവിഹി. സൂറത്തു ഖസസിലെ 15-ാമത്തെ വചനം. മൂസ അലൈഹി സ്വലാം ചെന്നിട്ട് ഒന്നാണ് കൊടുത്തു, അയാളെ പണി കഴിഞ്ഞു അല്ലേ? സഹായം തേടി മൂസ അലൈഹി സ്വലാം സഹായിച്ചു. ശരി, അതേ രീതിയിൽ ഭൗതികമായിട്ടുള്ളതാണ് മലക്കുകളുടെ സഹായമെങ്കിൽ ആ രീതിയിലൊന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്ലാമിൻ്റെ അടിത്തറയെ ഇവരെന്ത് ചെയ്യുന്നു? തകർക്കുന്നു. എന്തിനു വേണ്ടി? അന്ധവിശ്വാസങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറയുന്നത് പൂർണ്ണമായും ഇസ്ലാമിക വിരുദ്ധമാണ്. കാരണം അതിന് ഇസ്ലാമിൽ തെളിവില്ല. വൽ മലായിക്കത്തു ബഅദ ദാലിക ലഹീർ എന്ന് പറഞ്ഞാൽ മലക്കുകളും പിന്തുണ നൽകും നബിക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മലക്കുകൾ നബിയെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം എന്ത് ചെയ്യും? സഹായിക്കുന്ന. സ്വന്തം ഇഷ്ടപ്രകാരം മലക്കുകൾ സഹായിക്കാൻ കഴിയില്ല. മലക്ക് ഉദ്ദേശിക്കുമ്പോൾ മലക്കുകൾക്ക് സഹായിക്കാൻ കഴിയില്ല. നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് മലക്കുകൾക്ക് സഹായിക്കാൻ കഴിയില്ല. നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് മലക്കിന് സഹായിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ മലക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് മലക്കിന് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാലിക് പറഞ്ഞത് ശരിയാണെന്ന് പറയായിരുന്നു, ഭൗതികമാണെന്ന് പറയായിരുന്നു. എന്നാൽ അങ്ങനെ കഴിയില്ല, അത് അഭൗതികമാണ്. റബ്ബിൻ്റെ കൽപ്പനക്കനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ വിഡിത്തം പറഞ്ഞിട്ട് അവസാനം ഞാൻ ചോദിക്കുകയാണ്, അലിമദനി നിങ്ങൾ മറുപടി പറയണമെന്ന്. എന്താ അലിമദനോട് ചോദിക്കുന്നത്? പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ സാക്ഷാൽ അഭൗതികമല്ല, അഥവാ മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികമല്ല ജിന്ന് എങ്കിൽ എങ്ങനെയാണ് ജിന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവുക? എൻ്റെ ചോദ്യമാണ്, മറുപടി പറയണം. നമ്മൾ നേരത്തെ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇതിനൊക്കെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ മൂപ്പര ചോദ്യം ആയതുകൊണ്ട് ഒന്ന് കേൾപ്പിക്കുകയാണ്. ആ ചോദ്യം ഒന്ന് കേട്ടോ കേട്ടോ. ഞാൻ ചോദിക്കുന്നു അലിമദിനി, ഇപ്പം നിങ്ങൾ പറഞ്ഞ സാക്ഷാൽ ഗൈബല്ല അഥവാ മനുഷ്യരെ സംബന്ധിച്ച് അബോധികമാണ് ജിന്നെങ്കിൽ എങ്ങനെയാണ് ജിന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുക? എൻ്റെ ചോദ്യമാണ്, മറുപടി പറയണം. അപ്പം മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികമാണ് ജിന്ന് എന്ന് പറയുകയാണെങ്കിൽ ജിന്നിനോടുള്ള സഹായത്തേട്ട് എങ്ങനെയാണ് ശിർക്കാവുക? അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വൈബിയാണ്. വൈബി ആയിട്ടുള്ള സൃഷ്ടിയോടുള്ള ഏത് ചോദ്യവും എന്തെന്നായിരിക്കും? വൈബി ആയിരിക്കും. ആലമുൽ ഗൈബിലാണ് അവർ. അപ്പോൾ ആ വൈബിയായ സഹായത്തേട്ടം അല്ലല്ലാത്തവരോട് എന്ത് ചെയ്യാൻ പാടില്ല? നടത്താൻ പാടില്ല. അള്ളാഹിനെ പോലെയാണെന്ന് വിശ്വസിക്കേണ്ട. അല്ലല്ലാത്തവരിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? പ്രതീക്ഷിച്ചാൽ മതി. അത് ജിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അത് ശിർക്ക് തന്നെയാണ്. ഇനി ഈ ഉത്തരം പിന്നെ മറുപടി ഫൈസൽ പറഞ്ഞോട്ടെ. ഈ ഫൈസൽ പറഞ്ഞ എന്താണ്, മാലിക് പറഞ്ഞ എന്താണെന്നൊന്നും ഇവർക്ക് അറിയില്ല. ഇവരിങ്ങനെ കൂട്ടി വരും. ഇങ്ങോട്ട് ഇവരുടെ അന്ധവിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുക എന്നല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല. ആ ചോദ്യത്തിന് മറുപടി പിന്നെ മാലിക്കിന് മറുപടി ഫൈസൽ പറയും. ഗായിബിനോട് തേടിയാൽ അത് ശിർക്കാണ്. അപ്പൊ ജിന്ന് ഗായിബല്ലേ, അപ്പൊ ശിർക്കാകണ്ടേ? അതേ ജിന്ന് ഗായിബായാൽ ഗായിബായ ശിർക്ക് തന്നെയാണ്. എന്താ സംശയം? കേട്ടല്ലോ. അപ്പം മാലിക്ക് കൃത്യമല്ല ഉത്തരം. ജിന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഓയിബിയാണ്, ഓയിബാണ്. അപ്പോൾ ഓയിബിനോട് തേടിയാൽ ഷിർക്കാണ്. അപ്പം ജിന്നും മലക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓയിബാണ്.
ഷിർക്കാണ്. ഇനിയിപ്പോൾ അലിമദനി അതിന് ഉത്തരം പറഞ്ഞില്ല, അറിയണ്ട, മുമ്പ് ഉത്തരം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഫൈസലേ. നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് തന്നെ നിങ്ങൾക്ക് അറിയണില്ല, അവിടെയാണ്. അപ്പോൾ ഈ അന്ധവിശ്വാസമൊക്കെ നോക്ക് നിങ്ങൾ തലക്ക് പിടിച്ച്. ഇനി ഇയാൾ പറഞ്ഞ നമ്മൾ മാവു സംസൽ ലിമാ ശുരിബ ലഹു എന്നതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചിരുന്നു. മാവു സംസൽ ലിമാ ശുരിബ ലഹു ഇബ്നു ബാസിൻ്റെ ഫത്വയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം സ്വഹീഹായ ഹദീസുകളിൽ വന്ന സംസമിൻ്റെ എല്ലാ പോരിശകളും നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കാറുണ്ട്. നമ്മൾ ഹജ്ജിനോ ഉംറയ്ക്കോ പോകുമ്പോൾ സംസം കൊണ്ടുവരാറുണ്ട്, അത് കുടിക്കാറുണ്ട്, ഒക്കെ നമ്മൾ പറഞ്ഞിനി. എന്നാലും പറയും കണ്ടോ, സംസത്തിൻ്റെ പ്രാധാന്യം എന്ത് ചെയ്തു നിശ്ചയം. അപ്പം നമ്മൾ പല പ്രാവശ്യം അവരോട് ചോദിച്ചു, മാവു സംസൽ ലിമാ ശുരിബ ലഹു എന്ന ഹദീസ് ലഈഫാണ് എന്ന് ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ ലഈഫായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാറില്ല, അമൽ ചെയ്യാറില്ല. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോ, പക്ഷെ ചെയ്യാത്തവരെ കുറിച്ച് ഹദീസ് നിഷേധി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണ്ട, നടക്കേണ്ട. അത് ആ ഹദീസ് ലഈഫാണ്. അപ്പം മൂപ്പറ മറുപടി എന്താ അറിയോ, അത് സനദിൽ ലഈഫുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്, മത്തിനിൽ ലൂഫുണ്ട് എന്ന് മൂപ്പർ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, ഒരു ഹദീസ് സഹിയാവണമെങ്കിൽ സനദും ശരിയായിരിക്കണം, മത്തിനും ശരിയായിരിക്കണം. കേട്ടോളൂ മാലിക്കിൻ്റെ. അപ്പം എന്താ മനസ്സിലായത്? ഇമാം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ആ വാചകത്തിന്റെ ഹദീസിന്റെ സനദിനിൽ ലുഅഫുണ്ട് എന്നാണ് പറഞ്ഞത്. ആ മത്തിന് യാതൊരു കുഴപ്പമില്ല. കേട്ടില്ലേ, സനദ് അതന്നെയല്ലേ നമ്മൾ പറഞ്ഞത്. നമ്മളും അത് പറഞ്ഞത് അതിൻ്റെ സനദിൽ ലഈഫുണ്ട് എന്ന് ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ട്. സനദിൽ ലുഅഫുണ്ടായാൽ ആ ഹദീസ് എന്തല്ല, സ്വീകാര്യമല്ല. മത്തിനിൽ കുഴപ്പമുണ്ടെങ്കിലും ആ ഹദീസ് എന്തല്ല, സ്വീകാര്യമല്ല. ഒരു ഹദീസ് സ്വീകാര്യ യോഗ്യമാവണമെങ്കിൽ സനദ് ശരിയാവുന്നത് പോലെ തന്നെ അതിൻ്റെ മത്തിനും എന്ത് ചെയ്തിരിക്കണം, ശരിയായിരിക്കണം. അത് പിന്നെ ഉസൂലുൽ ഹദീസിൻ്റെ അടിസ്ഥാന പാടാണ്. എന്നിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി അതിൻ്റെ സനദിലല്ല ലൂഫുള്ളത്, മത്തിനിലില്ലല്ലോ എന്ന്. ആ സനദിൽ ലൂഫുണ്ട്, ഇപ്പെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. അപ്പോൾ സനദിൽ ലൂഫുള്ളത് കൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ ആ രീതിയിൽ ആ ചിന്തയോടുകൂടി സംസം കുടിച്ചാൽ എല്ലാം നേരെയാകുമെന്ന ചിന്തയോടുകൂടി നമ്മൾ എന്ത് ചെയ്യാറില്ല, സംസം കുടിക്കാറില്ല. സംസമിന് ആ പ്രവാചകൻ പറഞ്ഞ സ്വഹിയായ വിധത്തിൽ പറഞ്ഞിട്ടുള്ള പ്രത്യേകതകളെ കൊണ്ട് ആ രീതിയിൽ ഞങ്ങൾ സംസമിനെ സമീപിക്കാറുണ്ട്. സംസമിൽ ഞങ്ങൾ തവക്കുലാക്കൂല. നിങ്ങൾ എത്ര തലകുത്തി പറഞ്ഞിട്ടും കാര്യമില്ല, സംസമിൽ ഞങ്ങൾ തവക്കുലാക്കൂല മാലിക്കേ. കാരണം അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ അള്ള കൈവടിയുകയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണെന്ത്, സംസം അല്ലേ. മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമയെയും പത്നിയെയും ആ നാട്ടിൽ പാറക്കെട്ടിൽ ആരും ഇല്ലാത്തടത്ത് താമസിപ്പിച്ച് പോകുമ്പോൾ അള്ളാൻ്റെ മാർഗത്തിലാണെങ്കിൽ നിങ്ങൾ പോയിക്കോ, അള്ള ഞങ്ങൾ എന്ത് ചെയ്യൂല, കൈവടിയുകയില്ല എന്ന ഹാജറ റളിയല്ലാഹു അൻഹയുടെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം അന്വർത്ഥാക്കുക. അള്ളാൻ്റെ മാർഗത്തിലാണോ, അള്ള നിങ്ങൾ എന്ത് ചെയ്യൂല, കൈവടിയൂല. അതാണ് മാവു സംസം. എന്നിട്ട് ആ സംസമിൽ തവക്കുലാക്കുക. അതാണ് കുടിച്ചാൽ ഒക്കെ തീർന്നു അല്ലേ. അതിൻ്റെ സനദിൽ ലൊഴുഫുണ്ട്, ഞങ്ങൾ അള്ളാൽ തവക്കുലാക്കും. അതാണ് ഞങ്ങളുടെ നയം. അതല്ലാതെ മറ്റൊന്നിലും ഞങ്ങൾ എന്ത് ചെയ്യൂല, തവക്കുലാക്കൂല. റബ്ബിൽ തവക്കുലാക്കും. അലൈഹി യതവക്കലുൽ മുത്തവക്കിലൂൻ, സൂറത്തു സുമറിലെ 38-ാമത്തെ വചനം. അള്ള ഒരു പ്രയാസം നിശ്ചയിച്ചാൽ ആ പ്രയാസത്തെ നിന്നിൽ നിന്ന് തട്ടിമാറ്റാൻ റബ്ബിനല്ലാതെ കഴിയില്ല. അള്ള നിനക്കൊരു അനുഗ്രഹം നിശ്ചയിച്ചാൽ ആ അനുഗ്രഹത്തെ നിന്നിൽ നിന്ന് തടയാൻ പടച്ചോനല്ലാതെ കഴിയുകയില്ല. അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാ ഇൻ അറാദനി അല്ലാഹു ബിളുരിൻ ഹൽ ഹുന്ന കാശിഫാത്തു ളുരിഹി ഔ അറാദനി ബിറഹ്മ ഹൽ ഹുന്ന മുംസികാത്തു റഹ്മത്തിഹി ഖുൽ ഹസ്ബിയല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. അല്ലാഹ് മതി, തവക്കുലാക്കുന്നവൻ അവനിൽ തവക്കുലാക്കട്ടെ എന്ന്. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഇയാളുടെ അവസ്ഥ എന്താണ്? ഫൈസൽ മുസ്ലിയാരാണെങ്കിലും. അപ്പോൾ ആരാണ് മാലിക്, എന്താണ് അയാളുടെ വാദം, എന്താണ് അയാളുടെ ആദർശം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവരെ കൊണ്ട് നടന്നാൽ നിങ്ങൾ പരലോകം നഷ്ടപ്പെട്ടവരാവും. അതുകൊണ്ട് എൻ്റെ വിഷ്ണം പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, വ്യക്തിപരമായി നിങ്ങളോട് ആരോടും ഞങ്ങൾക്കൊരു ശത്രുതയില്ല. ഇസ്ലാമിൻ്റെ പേരിൽ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അവർ പരിശുദ്ധ ഖുർആനിൻ്റെയോ തിരുചര്യയുടെയോ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും അനാചാരങ്ങളും അതുപോലെ തന്നെ ഷിർക്കൻ വിശ്വാസങ്ങളും നിങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു.
അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അപ്പോൾ ഈ മൂന്നാളും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളി, തുറന്നു കാണിച്ചോളി. ഇനിയോ നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, ഖബർ ശിക്ഷയെ സലാം സൗലമി എന്ത് ചെയ്യുന്നു? ഓ ഖബർ ശിക്ഷ ഇല്ലയെന്ന് പറഞ്ഞു, ഇതായിരുന്നു പോലെ വാദം. ഇപ്പം അതിന് മാറിയിട്ട് ഇപ്പോൾ പൈസ എന്താ പറഞ്ഞാൽ അറിയോ? ഖബർ ശിക്ഷ ഇല്ലയെന്ന് മൂപ്പർ പറഞ്ഞിട്ടില്ലാന്ന്. ഖബർ ശിക്ഷ ശാരീരികമല്ല, അത് മാനസികമാണ് എന്നാണ് സലാം സുല്ലമി പറഞ്ഞത്. ഇത് ഒന്ന് കേട്ടോ കേട്ടെ. അപ്പോൾ ഖബർ ശിക്ഷ ഇല്ല എന്ന് പറഞ്ഞു എന്നല്ല, ഖബർ ശിക്ഷ ശാരീരികമല്ല എന്നാണ് അഭിപ്രായം. അഹ്ലുസുന്ന പറഞ്ഞ ഖബർ ശിക്ഷ അല്ലത്, അതാ വ്യത്യാസം. അത് മുമ്പ് പറഞ്ഞില്ലല്ലോ. ഞാൻ ഇന്റർവ്യൂ പറയണ്ടേ, ഈ ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞ കൂടെ ഒരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ. എന്നെപ്പറ്റി ഇങ്ങനെ വിമർശനമുണ്ട്, അത് ശരിയല്ല, ഖബർ ശിക്ഷ ശാരീരികവും തന്നെയാണ് എന്ന് പറഞ്ഞാൽ മതി. അത് പറയില്ല. ഫൈസലിനെ വെല്ലുവിളിക്കുകയാണ്. അഹ്ലുസുന്ന എവിടെയാണ് ഖബർ ശിക്ഷ ശാരീരികമാണ് എന്ന് തന്നെ വിശ്വസിക്കണമെന്ന് അഹ്ലുസുന്ന എവിടെ പറഞ്ഞിട്ടുള്ളത്? എവിടെ പറഞ്ഞു എന്ന് കാണിച്ചു തരണം. ഇമാം ഗസാലി അഹ്ലുസുന്നൻ്റെ ആളല്ലേ? ഇമാം ഗസാലി അഹ്ലുസുന്നയുടെ ആളാണ്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം അമാനി മൗലവി സൂറത്തു യാസീനിൻ്റെ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട്. 3 രീതിയിൽ ഖബർ ശിക്ഷയെക്കുറിച്ച് വിശ്വസിച്ചാൽ മതിയെന്ന. ഒന്ന്, അത് ശാരീരികമാണെന്ന് വിശ്വസിച്ചാൽ മതിയെന്ന. മറ്റൊന്ന് മാനസികമാണ്, അഥവാ അനുഭവമാണ്. സ്വപ്നത്തിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് പോലെ മാനസികമാണ്. മനസ്സാണെങ്കിലും അത് എന്തുതന്നെയാണ് അനുഭവിക്കുന്നത്? ശരീരം തന്നെയാണല്ലോ അനുഭവിക്കുന്നത്, അല്ലേ? ഇപ്പം നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണ് നമ്മൾ ഒരു ശിക്ഷ ലഭിക്കുന്നത്, ആ അനുഭവിക്കുന്നത് ഏതാ? ശരീരം തന്നെയാണ്, അല്ലേ? ആസ്വദിക്കുകയാണെങ്കിലും ആസ്വദിക്കുന്നത് ഏതന്നെയാണ്? ശരീരം തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ മാനസികമാണ് എന്ന് ഖബർ ശിക്ഷ എന്ന് വിശ്വസിച്ചാൽ ഒരു കുഴപ്പമില്ലാന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അമാനി മൗലവി അത് സൂറത്തു യാസീൻ്റെ അവസാന ഭാഗത്ത് എടുത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഏത് അഹ്ലുസുന്ന പറഞ്ഞത് ശാരീരികമാണ് എന്ന് തന്നെ വിശ്വസിക്കണം എന്ന് എവിടെ പറഞ്ഞിട്ടുള്ള അഹ്ലുസുന്ന? ഇപ്പം എന്തെങ്കിലും പറയാ, അവസാനം പിടിക്കപ്പെടുമ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മെല്ലെ തട്ടിപ്പ് നടത്തിയിട്ടാണ്. അപ്പോൾ സലാം സുലമി ഖബർ ശിക്ഷ എന്ത് ചെയ്തിട്ടില്ല? നിഷേധിച്ചിട്ടില്ല. ഇനി ഖബറു ആഹാദുകൾ വിശ്വാസകാര്യങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ളത് ചർച്ചയാണ്. പക്ഷെ ഫൈസൽ മുസ്ലിയാർ നല്ലൊരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. ഖബർ ആഹാദുകൾ വിശ്വാസകാര്യങ്ങൾക്ക് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് തീരുമാനിച്ചാൽ പിന്നെ ഖബർ ശിക്ഷ ഇല്ല എന്ന് വിശ്വസിച്ചൂടെ? മീസാൻ ഇല്ല എന്ന് വിശ്വസിച്ചൂടെ? അതുപോലെ ഹിസാബ് ഇല്ല എന്ന് വിശ്വസിച്ചൂടെ? കേട്ടോ കേട്ടെ. അദാബുൽ ഖബർ മുതവാത്തിറല്ല, മീസാൻ മുതവാത്തിറല്ല, ഹിസാബ് മുതവാത്തിറല്ല. അപ്പോൾ ഒന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അദാബുൽ ഖബർ മുതവാത്തിറല്ലാന്ന് ഖബർ ശിക്ഷയെക്കുറിച്ച് മുസ്ലിയാരെ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഫിറൗനിൻ്റെ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ അവർക്ക് നരകം പ്രദർശിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ച് ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുത്തവാത്തിറല്ലാന്ന് നിങ്ങൾ എവിടുന്ന അതൊക്കെ പഠിച്ചു വന്നേ? അദാബുൽ ഖബർ മുത്തവാത്തിറല്ല, വിഷയം മീസാൻ മുത്തവാത്തിറല്ലാന്ന്. ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിൻ റാദിയ വഅമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു. മീസാനെ കുറിച്ച് മുസ്ലിയാരെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെ നിങ്ങൾ മുത്തവാത്തിറല്ലാന്ന് പറയാ? ഹിസാബ് വിചാരണയെക്കുറിച്ച് ഖുർആൻ എത്ര പറഞ്ഞേ? അപ്പോൾ ആളുകളെ പൊട്ടം കളിപ്പിക്കുക. ഇങ്ങോട്ട് കണ്ടോ, ഇവർ മീസാൻ വിശ്വസിക്കുന്നില്ല, ഇവർ അദാബുൽ ഖബർ വിശ്വസിക്കുന്നില്ല, ഇവർ ഹിസാബ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് തട്ടിവിടുക. എന്തിന്? നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള ഷിർക്കൻ വാദത്തിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുപോയി. വെറുതെ ഞാൻ പറഞ്ഞു കാണിച്ചെന്നു. MCCമാരുടെ പേരക്കുട്ടിയാണ് വരച്ച് കാണിക്കണേ. നമ്മൾ പറയുന്നു, വിഷ്ണങ്കാർ പറയുന്നു, എന്ത് പറയുന്നു? ഷിർക്കിന് ഫലമുണ്ടെന്ന്. ലോകത്ത് കൂട്ടരെ നിങ്ങളും മുഷിരിക്കുകളും പിന്നെ ഷിർക്കിന് ഫലമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. മുഅ്മിനീങ്ങൾ എവിടെയെങ്കിലും ഷിർക്കിന് ഫലമുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തരാൻ പറ്റും നമുക്ക്? ആ രീതിയിൽ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി. ഇനി നോക്ക്, ഖബർ ആഹാദുകളെക്കുറിച്ച് ഞാൻ വായിച്ചിരുന്നു സുലൈമാൻ നദവിയുടെ പുസ്തകം. ഇത് വക്കം മൗലവി എഴുതിയത്, അഹ്ലുസുന്നത്തി വൽ ജമാ സയ്യിദ് സുലൈമാൻ നദവി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങൾക്ക് എന്തു വേണം? ഖബറു ആഹാദുകൾ പോരാ, മുത്തവാത്തിർ വേണം. ഇപ്രകാരം ഏതേത് കാര്യങ്ങളെക്കുറിച്ച് വിശ്വസിക്കേണ്ടത് ആവശ്യമെന്ന് കാണിക്കുന്ന വളരെ ആയത്തുകളുണ്ട്.
ഒരുവൻ ഖുർആനിനെ കുറിച്ച് വിശ്വസിക്കുമ്പോൾ അതിൽ ചുരുക്കമായിട്ടോ വിസ്തരിച്ചോ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവയെക്കുറിച്ചെല്ലാം വിശ്വസിച്ചതായി അള്ളാഹുവിൻ്റെ ഏതെല്ലാം സിഫത്തുകൾ അതിൽ പറയപ്പെട്ടിട്ടുണ്ടോ, കിതാബുകളെക്കുറിച്ചും മലക്കുകളെക്കുറിച്ചും നബിമാരെക്കുറിച്ചും അതിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടോ, ഖിയാമത്ത്, ഹശ്ർ, നശ്ർ, നരകം, ഖിയാമത്ത്, ഹശ്ർ, നശ്ർ, നരകം, ഹശ്ർ എന്ന് പറഞ്ഞാൽ പരലോകം ഒരുമിച്ച് കൂട്ടൽ, അതുപോലെ തന്നെ നരകം, സ്വർഗം, പിന്നെ അതേപോലെ പുനർജീവിതം, ഇവയെ സംബന്ധിച്ച് അതിൽ എന്തെല്ലാം പറയപ്പെട്ടിട്ടുണ്ടോ ഇവയെല്ലാം അവൻ്റെ വിശ്വാസത്തിൽ അടങ്ങും. അവയിൽ ഓരോന്നിനെക്കുറിച്ചും ഏതുവിധം എത്രത്തോളം ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ ആ വിധം അത്രത്തോളം, അല്ലെങ്കിൽ സ്വഹീഹായ മുത്തവാത്തിറായ ഹദീസ് കൊണ്ട് എത്രത്തോളം സാബിത്തായിട്ടുണ്ടോ അത്രത്തോളം വിശ്വസിക്കേണ്ടത് ആവശ്യമാണെന്നായിരുന്നു പൂർവന്മാരായ അഹ്ലുസുന്നത്തിൻ്റെയും സലഫു സാലിഹിൻ്റെയും വിശ്വാസം. എന്തെന്നാൽ വിശ്വാസങ്ങൾ ഖുർആൻ കൊണ്ടും മുത്തവാത്തിറായ ഹദീസ് കൊണ്ടും മാത്രമാണ് സ്ഥാപിതമാകുക എന്നുള്ളത് സർവസമ്മതമായിട്ടുള്ള സംഗതിയാകുന്നു. സുലൈമാൻ നദവി എഴുതിയത്. ഖബർ ആഹാദ് ദൃഢവിശ്വാസം ഉണ്ടാക്കുന്നതല്ല, അതിനാൽ ദൃഢവിശ്വാസം വേണ്ട കാര്യങ്ങൾക്ക് പ്രമാണമായിരിക്കുവാൻ അത് യോഗ്യമല്ല. സുലൈമാൻ നദവി യുടെ പുസ്തകം അഹ്ലുസുന്നത്തി വൽ ജമാ, വക്കമൗലവിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇതിനെക്കുറിച്ചൊരു അക്ഷരം മുണ്ടിയിട്ടില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പൂർവികന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ ഖബർ ആഹാദുകളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇബ്നു ഖുദാമ അൽ മഖ്ദസി അദ്ദേഹം ഖബർ അഹാദുകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ദൃഢവിശ്വാസം വേണ്ട കാര്യങ്ങൾക്ക് ഖബർ അഹാദുകൾ പോരാ എന്നാണ് അദ്ദേഹത്തിൻ്റെ റൗളത്തുൻ നാദിർ വ ജന്നത്തുൽ മനാദിർ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമാം ഖറാഫി അതേ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ. ഖബർ അഹാദുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ദൃഢവിശ്വാസ കാര്യങ്ങൾക്ക് ഖബർ അഹാദുകൾ മാത്രം പോരാ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഗസാലി അതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേ രീതിയിൽ ഷാത്തബി പറഞ്ഞിട്ടുണ്ട് അതേ അഭിപ്രായം. ഇമാം ഷാത്തബി തൻ്റെ ഗ്രന്ഥത്തിൽ ഈ കാര്യം സൂചിപ്പിച്ചു. അൽ മുവാഫക്കാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ വേറെയും പണ്ഡിതന്മാർ, പിന്നെ അബുൽ ഫضൽ സൈനുദ്ദീൻ അബ്ദുറഹീം ഇബ്നുൽ ഹുസൈനിൽ ഇറാഖി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പലരും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാഫിളുൽ ഇറാഖി നേരത്തെ പറഞ്ഞ ആൾ തന്നെയാണ്. ഇവരൊക്കെ ഇതേ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടോ സമൂഹത്തിൽ പറയാറുള്ളത് ഇത് ഇവർ പുതുതായി ഉണ്ടാക്കിയതാണെന്ന്. അല്ല, ഇത് നമ്മൾ പുതുതായി ഉണ്ടാക്കിയതല്ല, മറിച്ച് വളരെ കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനം അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയതാണ്. അപ്പോൾ നോക്ക്, ഇതാണ് ഇവരുടെ അവസ്ഥ. ഇനി കണ്ണേറ്, ജിന്ന് ബാധ, കട്ടുകേൾവി ഇതൊക്കെ പറഞ്ഞിരുന്നു. കണ്ണേറിനെ കുറിച്ച് നമ്മൾ കൃത്യമായി വായിച്ചിരുന്നു. സൂറത്തു കലമിലെ ആയത്തൊക്കെ. യുസ്ലിഖൂനക, അവർ നിന്നെ വഴുതി വീഴ്ത്തുമാറാവും. അപ്പം ശത്രുക്കളുടെ കണ്ണേറ് കൊണ്ട് നബി വീഴാറായിരുന്നു എന്നാണ് ഇവരുടെ വാദം. നമ്മൾ ചോദിച്ചിരുന്നു, ശരി, അബൂജഹലിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അബൂലഹബിൻ്റെയോ അല്ലെ, അബൂലഹബൊക്കെ തബ്ബല്ലക്കയാ മുഹമ്മദ് എന്ന് പറഞ്ഞ് പോകുന്നില്ലേ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നബി എത്ര വട്ടം വീണ പിന്നെ നിങ്ങളെ ചികിത്സ എന്താ? ആരാണോ കണ്ണു വെച്ചത് ഓൻ്റെ അടിവസ്ത്രം കഴുകിയിട്ട് മറ്റോനെന്ത് ചെയ്യണം, കുളിപ്പിക്കും, കുടിക്കും. എത്ര പ്രാവശ്യം നബിയെ ആ രീതിയിൽ ശത്രുക്കളുടെ കണ്ണേറ് തട്ടി വീണതിന് ശേഷം കുളിപ്പിച്ചിട്ടുണ്ട്? ഒന്ന് പറഞ്ഞു തരണം. നമ്മൾ ചോദിച്ചിരുന്നു. അത് കണ്ണേറ് അല്ല, നബി മുട്ട് വറക്കുകയാണോ എന്നാ ചോദിക്കുക. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അമാനിയിൽ നിന്ന് നമ്മളത് കൃത്യമായിട്ട് വായിച്ചു. കാരണം അത്രയും ഗൗരവത്തോടുകൂടി, രൂക്ഷമായി, ദേഷ്യത്തോടുകൂടി, പകയോടുകൂടിയായിരിക്കും ശത്രു നിന്നെ നോക്കുക എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നതാണ് അമാനി മൗലവി വിശദീകരിച്ചിട്ടുള്ളത്. അതല്ല, കണ്ണാറാണ് തട്ടിയിട്ട് വീഴുക എന്നാ വീണ്. പിന്നെ ഒട്ടകത്തെ ചട്ടിയിലാക്കുന്നല്ല നിങ്ങൾ പറഞ്ഞത്. എത്ര ഒട്ടകം ചട്ടിയിലായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരൊട്ടകം, മാലിക്ക നാട്ടിലെ ആരെങ്കിലും
നമ്മളെ നാട്ടിൽ ആരെ പശുവാ ചത്തത് കണ്ണീറുണ്ട് ഒന്ന് പറഞ്ഞ നാട്ടെ. നിങ്ങളെ കുടുംബത്തിൽ ഏതെങ്കിലും ആടി ചത്തിട്ടുണ്ടോ? ആരുടെയെങ്കിലും കണ്ണീർ കെട്ടിയിട്ട് അല്ലേ? ഒട്ടകത്തെ ചട്ടിലാക്കും. അപ്പോൾ ആട്, കോഴി, പൂച്ച, പട്ടി എവിടെ കണ്ണീറട്ടി ചത്തത് ഒന്ന് പറഞ്ഞു തന്നാൽ തർക്കടില്ല. പിന്നെ അധിക ആളുകളും മരിക്കുന്നത് കണ്ണീറട്ടിയിട്ടാണ്. ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ എത്ര ആൾക്കാരുണ്ട്? ഞാനല്ല, പഴയ കാലഘട്ടത്തിൽ മരിച്ചുപോയ എത്ര ആൾ കണ്ണീറിട്ടിട്ട് മരിച്ചിട്ടുണ്ട്? ഒന്ന് പറഞ്ഞു തന്നാൽ തർക്കടില്ല. എങ്ങനെ നിങ്ങൾക്ക് തെളിഞ്ഞ് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടാ കണ്ണീറട്ടിയാൽ മരിച്ചത് അല്ലേ? പോസ്റ്റ്മോർട്ടം നടത്തി ഒരു കാരണം കാണില്ല. അത് കണ്ണീറട്ടിയ കാരണം. ഡോക്ടർ എന്ത് ചെയ്തു? വിധി എഴുതി, കണ്ണീറട്ടി മരിച്ചു ഇല്ലേ? ഈ ആളുകളെ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കാൻ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത അല്ലേ കാര്യങ്ങൾ പറയാം. എങ്ങനെ ഇതറിയാൻ പറ്റുകയെന്ന് പണ്ട് ഫൈസൽ തന്നെ പറഞ്ഞുണ്ട്. ഇതറിയാൻ ഒരു മാർഗവും ഇല്ല. ഇതൊന്നും അറിയാൻ ഒരു മാർഗവും ഇല്ല. പിന്നെ വിചാരിക്കുന്ന സമയത്ത് നിന്ന് ഈ വിചാരിക്കുന്ന സമയത്ത് ഇൻ്റെ ബാലുള്ള ഇസ്മുന്ന ഖുർആൻ തന്നെ പറഞ്ഞു. ഈ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കണം. നമ്മൾ പറഞ്ഞു അല്ല അതിന് ഹക്കും. ആ ഹദീസ് റസൂലുള്ള വിശദീകരിച്ചിട്ടുണ്ട്. എന്താ? മിൻ ഐനിൻ ഹാസിദിൻ, മിൻ ഐനി ഹാസിദിൻ. അസൂയയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്. അസൂയാലുവിൻ്റെ നോട്ടം നോക്കുമ്പോഴത്തേനും മുകുന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അവൻ നോട്ടട്ടാൽ അവൻ പ്ലാൻ ചെയ്യും, പദ്ധതി തയ്യാറാക്കും, കൊലപാതകം വരെ നടക്കും. ലോകത്തിലെ ഒന്നാമത്തെ കൊലപാതകം അസൂയാണ്, ആദമിൻ്റെ 2 മക്കളിൽ. അപ്പം അങ്ങനെയുള്ള അസൂയാലു അസൂയ വെക്കുമ്പം മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലു അസൂയ വെക്കുമ്പോൾ അസൂയാലു അവൻ്റെ അസൂയ അങ്ങനെ കൊണ്ടെടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ആ അസൂയ നമുക്കെതിരെ പ്രയോഗിക്കാൻ തുടങ്ങിയാൽ ഓൻ്റെ നോട്ടത്തിൽ ഓൻ്റെ പ്രവർത്തനങ്ങളിൽ അത് വന്നാൽ ഷർറാണ്. എങ്ങനെ എന്തോ ഓൻ പ്ലാൻ ചെയ്യുക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് റബ്ബേ അത്തരത്തിലുള്ള അസൂയക്കാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അസൂയയിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ. അതിനപ്പുറം നിങ്ങൾ പറയുന്ന അന്ധവിശ്വാസം അടിവസ്ത്രം അലക്കി കുളിപ്പിക്കാനൊന്നും ഞങ്ങളെ കിട്ടൂല. നിങ്ങൾ തല കൂത്തി പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര ഹദീസ് നിഷേധികൾ എന്ന് വിളിച്ചിട്ടും കാര്യമില്ല. അത് ഇസ്ലാം പഠിപ്പിച്ച, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങൾക്കെതിരാണ് ആ റിപ്പോർട്ട്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കച്ച കെട്ടി പറഞ്ഞതാ. സ്വന്തം കുടിക്കണ വെള്ളത്തിൽ ഊതി കുടിക്കാൻ പാടില്ല എന്നാ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച്. അങ്ങനെയല്ലേ? രാവിലെ എഴുന്നേറ്റ് വന്ന ഞങ്ങൾ ബക്കറ്റിലെ വെള്ളത്തിൽ എന്ത് ചെയ്യരുത്? കൈയിട്ടാണ്ട് കഴുകരുത്. എന്ത് ചെയ്യണം? പുറത്തേക്ക് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യണം? കഴുകണം എന്നാണ് റസൂലുള്ള പഠിപ്പിച്ച അദബ്. ആ അദബൊക്കെ പഠിപ്പിച്ച റസൂലുള്ളേ കണ്ണേറ് പറ്റിയോ മൂണ മറ്റോൻ്റെ അടിവസ്ത്രം വരെ അലക്കി കുളിപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് മറ്റോനെ കുളിപ്പിക്കണമെന്ന്. ആരെ പേരിലാണ് നിങ്ങൾ ഈ അന്ധവിശ്വാസം പറഞ്ഞത്? അപ്പോൾ അത്തരത്തിലുള്ള അന്ധവിശ്വാസമൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടതില്ല. ജിന്ന് ബാധ മാനിമൗലയുടെ ഭാഗം നമ്മൾ കൃത്യമായി വായിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ടോ അവിടൊക്കെ മെല്ലെങ്ങനെ ഉരുണ്ടു മറിഞ്ഞു പരണ്ടു പോയിക്കാണ്. കട്ടുകേൾവിയെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചു. ഇന്നേ വരെ ആ കട്ടുകേൾവിയുമായി ബന്ധപ്പെട്ട് പിന്നെ അമാനി മൗലവി തൻ്റെ സൂറത്തു ഹിജ്റിൻ്റെ വിശദീകരണത്തിന് ശേഷം ആകാശത്ത് നിന്ന് പിശാചുക്കളുടെ കട്ട് കേൾക്കൽ ഇസ്തിറാഖു ശയാത്തീൻ മിനസ് സമാ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ കൊടുത്തിട്ടുണ്ട്. ആ അധ്യായത്തിൽ നിരവധി ആയത്തുകൾ ഉദ്ധരിച്ച് സൂറത്തു ജിന്നിലെ 8-9 ആയത്ത്, സൂറത്തു സ്വാഫാത്തിലെ 6 മുതൽ 10 വരെയുള്ള ആയത്തുകൾ, സൂറത്തു ഹിജ്റിലെ 16 മുതൽ 18 വരെയുള്ള ആയത്തുകൾ എടുത്ത് ഉദ്ധരിച്ചിട്ട് അമാനി പറയുന്നുണ്ട്, പിശാചുക്കൾ വാർത്തകൾ കട്ടുകേൾക്കുന്ന സമ്പ്രദായം മുമ്പുണ്ടായിരുന്നു. അതിനായി അവർ ആകാശത്തിൽ ചില പതിസ്ഥലങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഖുർആനിൻ്റെ അവതരണം മുതൽ അതു നിശേഷം തടയപ്പെട്ടിരിക്കുകയാണ്. ഇത് ഇന്നേ വരെ വായിച്ചിട്ടില്ല. സൂറത്ത് ജിന്നിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ സൂറത്ത് ഷ്വാറയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇനിയും കട്ടുകേൾവിയുണ്ട് എന്ന് പറഞ്ഞു നടക്കുകയാണ്. അതുപോലെ തന്നെ സിഹ്ർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്നതിനെ നമ്മൾ ഖണ്ഡിച്ചിരുന്നു. അതുപോലെ തന്നെ പിന്നെ അമാനി മൗലവി ഏതു സിഹ്റിനാണ്
ചില തോന്നലുകളൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് സൂറത്ത് ഫലക്കിലെ വിശദീകരണം നമ്മൾ വായിച്ചിരുന്നു. ഇന്നേ വരെ ആ ഭാഗം തൊട്ടിട്ടില്ല. അഥവാ അമാനി മൗലവി സൂറത്ത് ഫലക്കിൽ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് എവിടെയാണ് ഏതാണ് ചില തോന്നലുകളൊക്കെ ഉണ്ടാക്കുന്ന സിഹ്ർ എന്നത് വിശദീകരിച്ചു. കെട്ടുകളിൽ ഊതുന്നവർ എന്ന് വെച്ചാൽ ബാഹ്യേന്ദ്രിയങ്ങളെയും ആന്തരേന്ദ്രിയങ്ങളെയും കബളിപ്പിക്കുക വഴി ഉപദ്രവ പ്രവർത്തനങ്ങൾ നടത്തുന്ന സിഹ്റുകാരാകുന്നു. വല്ല നൂലിലോ ഉറുമാലിലോ കെട്ടിട്ടുകൊണ്ട് അവർ അതിൽ ഊതുന്നതാണ്. വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുന്നതോ പുതിയ ഏതെങ്കിലും യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നതോ അല്ല സിഹ്ർ. പക്ഷേ മനുഷ്യൻ്റെ ഇന്ദ്രിയ ശക്തികളെ സിഹ്റിൻ്റെ കർത്താവ് ഉദ്ദേശിക്കുന്ന പ്രകാരത്തിൽ അത് കബളിപ്പിച്ചേക്കും. ഇതാണ് മൂസാ നബിയുടെ കഥയിൽ ഖുർആൻ വിവരിച്ച സിഹ്ർ. വളരെ കൃത്യമായി സൂറത്ത് ഫലക്കിൻ്റെ അവസാനത്തിൽ അമാനി മൗലവി വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നേ വരെ അതിനെക്കുറിച്ചൊരക്ഷരം മുണ്ടിയിട്ടില്ല. അപ്പോൾ സൂചിപ്പിച്ചത് ഈ മൂന്നാളുകളും ഫൈസൽ മുസ്ലിയാറാവട്ടെ, കാരം മൂസ മൗലവി ആവട്ടെ, മാലിക് സലഫി ആവട്ടെ, ഇവരെല്ലാം പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും ആശയാദർശങ്ങളെ ചവിട്ടിമെതിച്ച് ഷിർക്കിലേക്കും കുഫറിലേക്കും സമൂഹത്തെ കൊണ്ടുപോകുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാന്യരായ വിഷ്ണങ്കാരോട് പറയാനുള്ളത്, കരുതിയിരുന്നോളി. എത്രത്തോളം അവസാനം വന്നു പരപ്പനങ്ങാടിക്കാർക്ക് പച്ചവെള്ളം പോലെ അറിയുന്ന അവർ ആ മൗലവിയുണ്ട്. പരപ്പനങ്ങാടിക്കാർക്ക് പച്ചവെള്ളം പോലെ അറിയുന്ന ആ അവർ ആ മൗലവി ഖാദിയാനിസത്തിലേക്ക് ആളെ ക്ഷണിക്കുന്ന ആളായിരുന്നു എന്നുപോലും പറയാൻ മടിച്ചില്ല മാലിക്. തലമുത് പരപ്പനങ്ങാടിക്കാരോടൊന്ന് അന്വേഷിച്ചാൽ മതി. എന്നിട്ട് അദ്ദേഹം ഖാദിയാനിസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആളായിരുന്നു എന്ന് പോലും പറയാൻ മടി കാണിക്കാത്ത വിധത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തോട് എന്തോ ഒരു പ്രത്യേക കുറുമ്പ്. ഈ പ്രസ്ഥാനം സമൂഹത്തെ പഠിപ്പിച്ച തൗഹീദിനെ പൊളിച്ചേ അടങ്ങൂ എന്ന നിലപാട് സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവരുത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. സഹോദരന്മാർ, വിസ്ഡമിൻ്റെ സഹോദരന്മാർ വളരെ കൃത്യമായി മനസ്സിലാക്കുക, ഇവർ നമ്മളുടെ ഇസ്ലാമിനെ തൗഹീദിനെ തകർക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. മൂന്നാളെയും ഞാൻ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ പഠിക്കുക, കൃത്യമായി ആലോചിക്കുക, എന്നിട്ട് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ ഏതാണ് ശരിയെന്ന് വിലയിരുത്തി സത്യത്തോടൊപ്പം നിലനിൽക്കാൻ സാധിക്കണം. ഇത് വെറുതെ മത്സരമല്ല, 7, 8 എന്ന് പറഞ്ഞു പോകാനല്ല. ഇത് പരലോകത്ത് സ്വർഗവും നരകവും തീരുമാനിക്കുന്ന പ്രശ്നമാണ്, നമ്മളുടെ വിശ്വാസത്തിൻ്റെ കാര്യമാണ്. ആ ഗൗരവത്തോടു കൂടി കാര്യങ്ങളെ കണ്ട് വളരെ കൃത്യമായി ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.